ധനാർദ്ദനക്കുറിപ്പാണ്. വാശി പ്രാണായാമത്തെ പറ്റി ഗോരഖ്നാഥ് സിദ്ധൻ എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിലെ 43-ാമത്തെ ശ്ലോകം. ഈഹവും പരവും. പേരാനന്ദം പെരുകി വളർന്നാൽ ആത്മജ്യോതി. അതിലെ 5 ഭൂതങ്ങളും ഒന്നായി ചേർന്നിരിക്കും. അത് ആദിയും അന്തവുമില്ലാതെ തനിച്ചു നിൽക്കും. മനസ്സിനെ സ്ഥിരപ്പെടുത്തി ചിതറിപ്പോകാതെ പിടിച്ച് ശ്രദ്ധിച്ചാൽ ഇടിമുഴക്കം പോലെ ശബ്ദം കേൾക്കാനാകും. ഇതിൽ പറയുന്നത് മുൻ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ അണ്ടവും പിണ്ടവും ഒന്നാകെ ഇരിക്കുന്ന വിധത്തിലുള്ള ഒരു ധ്യാന അവസ്ഥയിൽ ശരീരത്തിൽ കസ്തൂരി മണം ഉണ്ടാകുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചികമലത്തിൽ എന്ന് വെച്ചാൽ സഹസ്രാരത്തിലാണ് അവിടെ ആത്മജ്യോതിനെ കാണുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾ സർവ്വതും അവിടെ സ്ഥിരീകരിക്കപ്പെടും. പഞ്ചഭൂതം എന്ന് വെച്ചാൽ അഗ്നി, ഭൂമി, വായു, ജലം, ആകാശം തുടങ്ങി. അങ്ങനെ ആദ്യം അന്തമില്ലാത്ത ഒരവസ്ഥയിൽ ശരീരത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം സഹസ്രാരത്തിൽ വന്നു ചേരും. സർവചക്രങ്ങളും പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കുന്ന സർവചക്രങ്ങളും അതിൻ്റെയും നിയന്ത്രണം സഹസ്രാരത്തിൽ വന്നു നിൽക്കും എന്നാണ് അതിനെ പറഞ്ഞത്. അങ്ങനെ മനസ്സിനെ സ്ഥിരപ്പെടുത്തി ചെതറിപ്പോകാതെ പിടിച്ച് ശ്രദ്ധിച്ചാൽ ഇടിമുഴക്കം പോലെ ശബ്ദം കേൾക്കാനാകും. വെളിച്ചത്തോടു കൂടി ശബ്ദവും ചേർന്ന ഒരു ദ്രവ്യമായി പൊരുളുമായി ചേർന്ന അമൃതം ഇറ്റ് കീഴെ ഇറങ്ങി വരും. ആ ഭയങ്കര ഇടിമുഴക്ക ശബ്ദവും വെളിച്ചവും ഒന്നിച്ചു വരുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഗേജരി മുദ്രയിലിരിക്കുമ്പോൾ ഇങ്ങനെ സഹസ്രാരത്തിൽ നോക്കിയിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയാണ് അമൃതം ഇറ്റ് വീഴുന്നതായിട്ട് നമുക്ക് രസം തോന്നുന്നത്. പുത്തം പുതിയ തേൻ്റേതുപോലെ അമൃതം ഒഴുകും. അങ്ങനെ വരുന്ന സ്ഥലമാണ് പുരുവമത്തി എന്ന് പറഞ്ഞ സ്ഥലം. പുരുവം അതായത് ബിന്ദു വിസർഗത്തെയാണ് അവിടെ പറയുന്നത്. ബിന്ദു വിസർഗത്തിൽ നിന്ന് ബിന്ദുക്കളായിട്ട് പിന്നെ അമൃത് ഇറ്റ് വീഴുകയാണ് ചെയ്യുക. അതാണ് നമ്മൾ ഗേജരി മുദ്രയിലിരുന്ന് നാവ് കൊണ്ട് നുഴഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അത് സംഭവിക്കുന്നത്. വളരെ വെളിച്ചമുള്ള തെളിഞ്ഞ ആ ഇരുവാസലിൽ തന്നെയാണ് കാമം, കോപം എന്നിവ പെരുന്തിയായിരിക്കുന്നത്. ഇവിടെ ഇരുവാസൽ എന്ന് പറഞ്ഞാൽ ആജ്ഞാചക്രത്തെയും ഹം ഷം എന്നുള്ള 2 വാതിലുകളാണ് അതിന്. ഓം എന്ന് നടുക്കും, ഹം ഷം എന്നുള്ള 2 വാതിലുകളും. ആ വാതിലുകളിൽ വെളിച്ചമുള്ള തെളിഞ്ഞ ആ ഇരുവാസലിൽ തന്നെയാണ് കാമം, കോപം എന്നിവ പെരുന്തിയായിരിക്കുന്നത്. പെരുന്തിയെന്ന് വെച്ചാൽ അഗ്നിരൂപത്തിലാണ് അതിരിക്കുന്നത്. കാമം അഗ്നിയാണ്, കോപം അതിനേക്കാൾ അഗ്നിയാണ്. അതറിഞ്ഞ് അവകളെ നീക്കി ഒരേ പൂരണത്തിൽ നിന്ന് മാറാതെ ധ്യാനിച്ചാൽ. ഇതറിഞ്ഞിട്ട് നമ്മൾ പൂരണത്തിൽ ശ്വാസം വലിച്ച് കുംഭത്തിൽ പൂരണം ചെയ്ത് കുംഭത്തിൽ ഇരുന്ന് ധ്യാനം ചെയ്യണം ആജ്ഞാചക്രത്തിൽ. ഇഹവാഴുവിൻ്റെ സുഖവും പരവാഴുവിൻ്റെ സുഖവും അതുകൊണ്ട് തന്നെ കിട്ടും. ലോകത്തിൻ്റെ ഇഹംസ ഈ ലോകത്തിൻ്റെ, മറ്റത് പരലോകത്തിൻ്റെ. ഭൗതികവും ആത്മീയവുമായിട്ടുള്ള 2 കാര്യങ്ങളെയാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കിട്ടുമെന്നറിഞ്ഞുള്ള ഇഹവും പരവും ഒന്നാകെ പൂരണത്തിലേ ചേർന്നിരുന്നു. പ്രാണായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുംഭം ചെയ്യുമ്പോൾ അതിൽ പൂരണത്തിന് സമയമെടുത്ത് ചക്രങ്ങളിൽ കൂടെ വലിച്ച് കയറ്റുമ്പോഴാണ് ഈ 5 ചക്രങ്ങളുടെയും പഞ്ചഭൂതങ്ങൾ സഹസ്രാരത്തിൽ വന്ന് നിൽക്കുക. അവിടെ ശ്രദ്ധിച്ചാൽ നമ്മൾ പിന്നെ അമൃത് ഇറ്റിറ്റ് വീഴ്ന്നെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കാമം, കോപം ഇങ്ങനെയുള്ള 2 അഗ്നികളെ നശിപ്പിക്കാൻ ആജ്ഞയിലും ശ്രദ്ധിച്ചിട്ടിരിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് ഇഹവും പരം എന്നുള്ളിൽ. ആനന്ദം പെരുകി വളർ ആത്മജ്യോതി ஐம்பூதம் ஒன்றாக ஒமைந்தூடாடும் தானந்தமாதி எனத் தகர்ந்தார்ந்திடாடு தண்டலிடி முழக்கமது தானாய் கேட்கும் போனவத்தி நூறல் கொட்டி பெங்குஞ்சாயல் புத்தேனும் மெய்த்தொழுகும் புருவமையம் ஈனமர ஈருவாஜல் പെരുന്തീയാച്ച് ഇക പരമുമൊൻറാം നർപൂരണത്തേ എന്നാണ് ആ ശ്ലോകം. വളരെ പൗരാണികമായിട്ടുള്ള തമിഴാണ്. ആധുനികമായിട്ട് തമിഴ് പഠിച്ചവർക്ക് പോലും അത് അപ്രാപ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വിധത്തിലുള്ള ധ്യാനം കൊണ്ട്
അമൃത് ഇറ്റിറ്റ് വീഴുന്നതിനെ സ്വീകരിക്കാൻ പറ്റും. അതുകൂടാണ്ട് ഈ ജന്മത്തിലെയും പരജന്മത്തിലെയും സുഖങ്ങളെ അനുഭവിക്കാനും കഴിയും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമഃ ശിവായ.